മുസ്ലിമിനുള്ള ദൈവസങ്കല്പം അങ്ങനെ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. 99 കാരുണ്യം എന്ന് പറയുന്നത് അത് ദൈവം കാണിക്കുന്ന കാരുണ്യമാണെന്ന്, കേവലം ആ ദൈവത്തിന്റെ കാരുണ്യത്തിൽപ്പെട്ട കാരുണ്യമാണെന്ന്, ആ 99 കാരുണ്യം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു കാരുണ്യത്തിൽപ്പെട്ടതാണ് എന്ന് മുഹമ്മദ് നബി അതിനെക്കുറിച്ച് പറയുന്നു. മതത്തെ കളവാക്കുന്നതിന് അറിയുമോ? മതനിഷേധി ആരാണെന്ന് അറിയുമോ? അനാഥയെ ആട്ടിപ്പായിക്കുന്നവനാണ് മതത്തെ കളവാക്കുന്നവൻ. മതനിഷേധി എന്ന് പറഞ്ഞാൽ ആരാണ്? അനാഥയെ ആട്ടിപ്പായിക്കുന്നവനായി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, മെഡിസിറ്റി PRO താജുദ്ദീൻ സാർ, മറ്റ് വിദഗ്ധ ഡോക്ടർമാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവരുടെയും മേലും ദൈവത്തിന്റെ സമാധാനവും രക്ഷയും ഉണ്ടാകുമാറട്ടെ. കുരിപ്പുഴ ജുമാ മസ്ജിദ് 3 വർഷങ്ങൾക്ക് മുമ്പ് പഴയ ജുമാ മസ്ജിദ് പൊളിക്കുകയും പുതുക്കി പണിയാൻ ആരംഭിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എത്രയും പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മുടെ ഈ പള്ളി പണിയുവാൻ എല്ലാ നാട്ടുകാരുടെയും സുഹൃത്തുക്കളെയും എല്ലാവരുടെയും സഹകരണം കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സാധിച്ചു. ഇന്ന് 8-ാം തീയതി അതിന്റെ ഉദ്ഘാടനം സയ്യിദ് നാസിമുദ്ദീൻ ബാഫക്കി തങ്ങൾ അസംസ്കാരത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു. കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിന്റെ സ്റ്റേജിലാണ് നാം മെഡിക്കൽ ടീമിന്റെ പരിശോധനയും മരുന്നും തുടങ്ങേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടർക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് ഓഫീസിലേക്ക് പോകേണ്ടതുണ്ട്. എന്റെ ജോലി സ്വാഗതം പറയുക എന്നുള്ളതാണ്. അതിനു മുമ്പ് മെഡിക്കൽ രംഗത്തെ ഹൈടെക് ഹോസ്പിറ്റലുകളിൽ സാധുവായ രോഗികളെ വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ട് തടിച്ചു കൊടുക്കുകയാണ്. അതിന് ഒരു മാതൃകാ പ്രവർത്തനം എന്ന രീതിയിൽ നമ്മളെ കൊല്ലം ജില്ലയിലെ സുമനസ്സുകളായ കുറച്ച് നല്ല കുറച്ച് മനുഷ്യർ ചേർന്ന് മെഡിസിറ്റി എന്ന ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിന്റെ കീഴിൽ ട്രാവൻകൂർ മെഡിക്കൽ ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ ഹോസ്പിറ്റൽ പ്രസ്ഥാനം നമ്മുടെ കൊല്ലം ജില്ലയിൽ തുടങ്ങിയിരിക്കുന്ന ഹോസ്പിറ്റൽ പ്രസ്ഥാനം കേരളത്തിനും ഇന്ത്യക്കും ഒരു മാതൃകാപരമായ ഒരു മെഡിക്കൽ രംഗത്ത് എല്ലാ ഹോസ്പിറ്റലുകൾക്കും മാതൃകാപരമായ ഒരു ചികിത്സാ സംവിധാനം, ഒരു കാരുണ്യ പ്രവർത്തനം മുന്നോട്ട് വെക്കാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്വാഗതം ആശംസിക്കുന്നത് ബഹുമാനപ്പെട്ട അധ്യക്ഷനെ കുരിപ്പുഴ ജുമാ മസ്ജിദിന്റെ പേരിലും ഈ മെഡിക്കൽ പ്രോഗ്രാമിന്റെ പേരിലും ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കളക്ടർക്കാണ് വളരെയേറെ തിരക്കുള്ള അദ്ദേഹത്തിന് ഈ ഫംഗ്ഷൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റ് ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിനെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ജമാഅത്ത് കമ്മിറ്റിയുടെ പേരിലും ഈ മെഡിക്കൽ ക്യാമ്പിന്റെ പേരിലും ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ട്രാവൻകൂർ ഹോസ്പിറ്റലിന്റെ PRO താജുദ്ദീൻ സാറാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയമില്ലെങ്കിലും ഇന്ന് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടേണ്ടതായിട്ട് വരും. അദ്ദേഹം എല്ലാവരെയും സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെയും ഈ മെഡിക്കൽ ക്യാമ്പിന്റെ പേരിലും മുസ്ലിം ജമാഅത്തിന്റെ പേരിലും ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ പള്ളി നിർമ്മാണ കമ്മിറ്റി ചെയർമാനും നമുക്കെല്ലാം സുപരിചിതനുമായ അഹമ്മദ് വായ സാഹിബാണ്. അദ്ദേഹത്തിനും എന്റെ പേരിലും ഈ കമ്മിറ്റിയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചോളും. അടുത്തതായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ തൊട്ട് അടുത്തുള്ള ഡോക്ടർ നാസിമുദ്ദീൻ സാഹിബാണ്. അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തനായ ഡോക്ടറാണ്. അദ്ദേഹത്തിനും എന്റെ പേരിലും ഈ കമ്മിറ്റിയുടെ പേരിലും ആദ്യവുമായി സ്വാഗതം ആശംസിച്ചോളും. അടുത്തതായി നമ്മുടെ എല്ലാ സഹോദരനും എല്ലാവരെയും ഉത്തരവാദിത്തത്തോട് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്ന ഡോക്ടർ സലീം അബ്ദുള്ളയാണ്. അദ്ദേഹത്തെ ഈ കമ്മിറ്റിയുടെ പേരിലും മുസ്ലിം ജമാഅത്തിന്റെ പേരിലും ആദ്യമായി സ്വാഗതം ആശംസിച്ചോളും. നമ്മുടെ അടുത്ത ഡോക്ടർ KS പിള്ള എത്താമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള KS പിള്ള പുത്തൻകുട്ടിലെ അദ്ദേഹത്തിന് എത്താൻ പറ്റിയിട്ടില്ല. എന്നാലും അദ്ദേഹത്തിന് സ്വാഗതം ആശംസിച്ചോളും. കമ്മിറ്റിയുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം ആശംസിച്ചോളും. അടുത്തതായി ഇവിടെ വിദഗ്ധരായ ഡോക്ടർമാർ, മെഡിക്കൽ കോൾ ട്രാവൻകൂർ മെഡിസിറ്റിയിലെ വിദഗ്ധരായ ഡോക്ടർമാർ, അവർക്ക്